യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ അനസ്. ഷമീറുദ്ദീൻ. ഷമീറെ, ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ത് ആഹാരം കഴിച്ചാലും ഗ്യാസ് ഉണ്ടാക്കുക, നെഞ്ചരിച്ചിൽ വരിക, യാമ്പക്കം ഉണ്ടാക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ എന്താ പറയാനുള്ളത്? സാധാരണഗതിയിൽ ഇപ്പോൾ ആൾക്കാരിൽ ഒരുപാടായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അത്. നമുക്ക് വരുന്ന നെഞ്ചിരിച്ചില്, നെഞ്ചുഭാഗത്തുണ്ടാവുന്ന ഒരു വേദന, വയറ് വീർത്ത് വരിക, ദഹനക്കുറവ്, അതുപോലെ വായില് നാവിലൊക്കെ മുറികൾ ഉണ്ടാകുന്ന പോളം പോലെ കാര്യങ്ങൾ, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയത് പോലെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം ഒരു പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആണ്. അത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ചെറിയൊരു ഡോക്ടറായാൽ മതി. തീർച്ചയായും. അതിന് ആദ്യം വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വാരി ആഹാരം കഴിക്കാണ്ടിരിക്കുക. എന്നെ പോലെ ഡയറ്റിംഗ് എപ്പോഴും കണ്ടാ പറയുന്നുണ്ട് ഇപ്പൊ ഡയറ്റിംഗ് ആണെന്നുള്ളത്. ഈ ഫ്രെയിമിൽ തന്നെ കൊള്ളുന്നില്ല ആളെ. കേൾക്കുന്നതിലേക്കും ശരിയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കുക. നമ്മൾക്ക് പൊതുവേ ഉള്ള ഒരു ശീലമാണ്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക്, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടന്നുറങ്ങുക, അല്ലെങ്കിൽ കിടക്കാൻ കിടന്നിട്ട് മൊബൈൽ നോക്കാൻ പോവാം. അതേപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെയിറ്റുകൾ എടുക്കുക. ചില ആൾക്കാർ നീ എന്ന് പറഞ്ഞു അന്ന് ഞാൻ കുറച്ച് കഴിച്ചു, കുറച്ച് ജിം എടുക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് കുറച്ച് എക്സസൈസ് കൂടുതൽ ചെയ്യുക. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ, അത് കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. തീർച്ചയായും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപാട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ലിവർ പരമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലിവറും വയറും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും. പലരിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ ഒരു ബുദ്ധിമുട്ടായ സംഭവം തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ നെഞ്ചിന് ഭാഗത്ത് വരുന്ന വേദന കാണുമ്പോൾ അത് ഗ്യാസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അത് കഴിഞ്ഞ 4 വർഷം മുന്നേ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വേദന വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും വൈഫായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എന്താ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ നെഞ്ച് തന്നെ ഇരിക്കുന്നു. പക്ഷെ അതല്ല, ഗ്യാസിന്റെ പ്രശ്നമായി. തീർച്ചയായും വെറുതെ എൻ്റെ പോയി. നമ്മൾ സൂക്ഷിച്ചാൽ മതി, പ്രശ്നങ്ങളെല്ലാം മാറും. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. അത് പറ്റും, ഇതും പറ്റും. ഞാൻ അടുത്തത് പറ്റത്തില്ല. കൂടെ വെള്ളം കുടിക്കുക, ഇടയ്ക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കുക. മട്ടനല്ലേ? അത് ശരിയാ. വേറെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ വയറിന്റെ 1/3 ഒരു ഭാഗം കാലിയാക്കി ഇടാൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പാർട്ടിക്ക് പോയപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അവിടെ പഴം കിടക്കുന്ന കണ്ടപ്പോ ആ പഴം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ മറുപടി കിട്ടിയത് എന്തായിരുന്നു അറിയോ? ആ പഴം കഴിക്കാനുള്ള ഗ്യാപ്പ് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ചിക്കൻ കാരുടെ കുത്തി കയറ്റിന്ന് പറഞ്ഞു. അതാണ് അവസ്ഥ. അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ഒരു ഡോക്ടറാണ്, നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക, കോള, പെപ്സി കാര്യങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ഒരു വസ്തുവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിനെ നമ്മൾ വീണ്ടും വലിച്ചു വാരി കയറ്റുന്നു. അതും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ പറഞ്ഞത് മൊത്തം ആഹാര ക്രമീകരണമാണല്ലോ. അതെ. പക്ഷെ അതിലുപരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഭക്ഷണം അല്ലാതെയും എന്ത് കഴിച്ചാലും, ഇനിയിപ്പോ ആഹാരം തീരെ കുറച്ച് കഴിച്ചാൽ പോലും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്തെന്നുള്ളത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ഗ്യാസ്ട്രിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചിട്ടയായി നടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. സമയത്തുള്ള വ്യായാമം, ഉറക്കം പ്രത്യേകിച്ച് പ്രശ്നമുണ്ട്. ഉറക്കം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ടെൻഷൻ കൂടുതലായിട്ട്. ഗ്യാസ്ട്രിക്കിന്റെ വിഷയമായിട്ട് ഷമീറെ നമുക്ക് നല്ലൊരു അഡ്വൈസ് നമ്മൾ പെട്ട ആൾക്കാർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് മെഡിസിൻ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഏതൊക്കെ ആഹാരമാണ് അവോയ്ഡ് ചെയ്യാനുള്ളത്, പിന്നെ അങ്ങനെ ഒരുപാട് ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും വരും ടോപ്പിക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കുന്നതാണ്. എന്നാലും ചെറിയ സൊല്യൂഷൻസ് ഇപ്പൊ പറഞ്ഞു തരാം. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജീരകം എടുത്തിട്ട് വറുത്തിട്ട് അതിലേക്ക് ശർക്കര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അതൊരു ഹോം റെമഡിയാണ്, നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജീരകം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും. പെരുംജീരകം അല്ല കേട്ടോ, ജീരകമാണ്, നല്ല ജീരകം. അനുസരിച്ച് പോയി പെരുംജീരകമായിട്ട് കഴിച്ചു കളയും. ചെറിയ ജീരകം, കുക്കുംബർ കഴിക്കുക. സ്പോട്ടിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ യാമ്പക്കം വഴി ആ വയറിന്റെ പ്രശ്നങ്ങൾ മാറുന്നതെങ്കിൽ ശരിക്കും പറയാൻ പറ്റും. എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമായിരുന്നു. ഗ്യാസ് കഴിയുകയാണെങ്കിൽ കുക്കുംബർ കടിച്ച് കഴിക്കുക, ജ്യൂസ് ആക്കാണ്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൺ ഓഫ് ദ ബെസ്റ്റ് നാച്ചുറൽ ഞാൻ പറയട്ടെ, തൈര് ബെസ്റ്റ് സാധനമാണ് തൈര് ഗ്യാസ്ട്രിക് പ്രശ്നത്തിന് വേണ്ടിയിട്ട്. ഇതിലെ ലാക്റ്റിക് ആസിഡ് ബാസിലസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്. പ്രോബയോട്ടിക് ആണ്. ഒരു നല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് നല്ലതുമാണ്. അത് അങ്ങനെ പ്രോബയോട്ടിക് അടങ്ങിയ ഒരുപാട് ഫുഡുകൾ കഴിക്കുക.
തീർച്ചയായും തീർച്ചയായും വരും വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഇറ്റ്സ് മീ അനസ് ഷമീറുദ്ദീൻ.